ദാമ്പത്യത്തിൽ മിക്കവാറും എല്ലാ ഭാര്യമാർക്കുമുള്ള പരാതിയാണ് ഭർത്താവിൻ്റെ നിശബ്ദത. എന്തെങ്കിലും ചോദിച്ചാലും പറഞ്ഞാലുമെല്ലാം ആറ്റിക്കുറുക്കിയുള്ള മറുപടിയെ ഭർത്താക്കന്മാരിൽ നിന്ന് ഉണ്ടാകും. എന്തുകൊണ്ടാണ് ദാമ്പത്യത്തിൽ ഭർത്താക്കന്മാർ ഇത്ര കുറച്ച് മാത്രം സംസാരിക്കുന്നതെന്ന് മിക്ക ഭാര്യമാർക്കും പിടികിട്ടാത്ത ഒരു സംഗതിയാണ്. ഭർത്താക്കന്മാരുടെ ഈ നിശബ്ദത ഭാവിയിൽ ദാമ്പത്യത്തെ പല രീതിയിലും ബാധിക്കുന്നുണ്ട്. പങ്കാളികൾക്കിടയിൽ അകൽച്ചയും ആശയക്കുഴപ്പവുമെല്ലാം അതുമൂലം ഉണ്ടാകും. ഈ പ്രശ്നത്തിന് മൂലകാരണം മനസ്സിലാക്കിയാൽ ഭർത്താക്കന്മാരുടെ നിശബ്ദതയെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് ഭാര്യമാർക്ക് മനസ്സിലാകും. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതം കൂടുതൽ ഊഷ്മളമാകുകയും ചെയ്യും. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന ഭർത്താവിനോട് അന്നത്തെ വിശേഷങ്ങളെല്ലാം ആവേശത്തോടെ പറയുന്ന ഭാര്യയ്ക്ക് ചിലപ്പോൾ ഭർത്താവിൻ്റെ പക്കൽ നിന്ന് ചില മൂളലുകൾ മാത്രമായിരിക്കും മറുപടിയായി കിട്ടുക. ചിലപ്പോൾ അതും ഉണ്ടായെന്ന് വരില്ല. മറ്റു ചിലപ്പോൾ ഒരിക്കൽ കൂടി പറയാനും ഭർത്താവ് ആവശ്യപ്പെട്ടേക്കാം. ഈ സമയത്ത് ഒരുപക്ഷെ ഭർത്താക്കന്മാർ മറ്റു പല ചിന്തകളിലുമായിരിക്കാം. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഭർത്താവിന് താൻ പറയുന്ന കാര്യങ്ങളിൽ താല്പര്യമില്ലെന്ന അർത്ഥമാണ് ഈ നിശബ്ദതയിൽ നിന്നും സ്ത്രീകൾ മനസ്സിലാക്കുക. അത് അവരെ വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ഭർത്താവിന് അത്തരം സാഹചര്യങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് അറിയാത്ത സ്ഥിതിയോ അല്ലെങ്കിൽ ഉള്ളിലുണ്ടാകുന്ന വികാരം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയാതിരിക്കുകയോ ആകാം. ഇത് ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകും. അതിന് ആദ്യം വേണ്ട നിശബ്ദതയുടെ കാരണങ്ങൾ അറിയുകയാണ്. ഭർത്താക്കന്മാരുടെ നിശബ്ദതയ്ക്ക് പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. പുരുഷന്മാർ എങ്ങനെയാകണം എന്നുള്ള സാമൂഹികമായ നിഷ്കർഷകളാണ് അതിൽ പ്രധാനം. വളരെ ചെറുപ്പം മുതൽ തന്നെ വികാരങ്ങൾ കടിച്ചമർത്താനോ ഉള്ളിലൊതുക്കാനുമാണ് ഒരു ആൺകുട്ടി പഠിക്കുന്നത്. സമൂഹം അങ്ങനെയാണ് അവനെ പഠിപ്പിക്കുന്നത്. വികാരങ്ങളുടെ അടിച്ചമർത്തൽ അവർ മുതിർന്നതിന് ശേഷവും ദാമ്പത്യത്തിലും എത്തുമ്പോൾ അത് പിന്നെ നിശബ്ദതയിലേക്ക് എത്തുന്നു. ഇതുകൂടാതെ വ്യക്തിപരമായ അനുഭവങ്ങളും സ്വഭാവപരമായ പ്രത്യേകതകളും ദാമ്പത്യത്തിൽ പുരുഷന്മാരുടെ വികാരപ്രകടനത്തെയും ആശയവിനിമയ രീതികളെയും സ്വാധീനിക്കുന്നു. ഈ നിരീക്ഷണങ്ങൾ ശരിയാണെന്ന് ഗവേഷണങ്ങളും ശരിവെക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്ന് കരുതിയോ അല്ലെങ്കിൽ അവരുടെ ചിന്തകളും തോന്നലുകളും ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കാൻ അറിയാഞ്ഞിട്ടോ പുരുഷന്മാർ പങ്കാളികൾക്ക് മുന്നിൽ നിശബ്ദത പാലിക്കുന്നു എന്നാണ് സോഷ്യൽ ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന ജേർണലിലെ പഠനത്തിൽ പറയുന്നത്. ഇതിന് നിശബ്ദത എങ്ങനെ ഇല്ലാതാക്കാം എന്ന് നമുക്ക് നോക്കാം. നിശബ്ദനായ ഭർത്താവുമായുള്ള ആശയവിനിമയത്തിൽ ഭാര്യമാർ ഭർത്താക്കന്മാരെ ആഴത്തിൽ മനസ്സിലാക്കുകയും ക്ഷമയോടെ കാത്തിരിക്കുകയും വേണം. ആശയവിനിമയം മെച്ചപ്പെടുത്തി ബന്ധം കൂടുതൽ ഊഷ്മളമാകാൻ മറ്റെന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. ആശയവിനിമയത്തിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് ആദ്യപടി. അവരുടെ ചിന്തകൾ പ്രകടിപ്പിക്കാൻ ഭർത്താവിനെ പ്രോത്സാഹിപ്പിക്കുക. അതിനുള്ള അവസരം കൊടുക്കുക. മുൻവിധികളോ കുറ്റപ്പെടുത്തലോ ഇല്ലാതെ അവരെ ഉൾക്കൊള്ളുക. അതുകൂടാതെ ഭർത്താക്കന്മാരുടെ ആശയവിനിമയ രീതി മനസ്സിലാക്കുക. എല്ലാ ആളുകളും ഒരേ രീതിയിലല്ല പെരുമാറുന്നതെന്ന് കുടുംബത്തിലുള്ളവർ മനസ്സിലാക്കുക. ചില ആളുകൾ വാക്കുകളിലൂടെ വികാരം പ്രകടിപ്പിക്കുന്നതിനേക്കാൾ പ്രവൃത്തികളിലൂടെ വികാരം പ്രകടിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. എന്നിട്ടും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഒരു വിദഗ്ധ സഹായം തേടുക. അതായത് ഭർത്താവിൻ്റെ നിശബ്ദത ആശയവിനിമയത്തിന് വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ വിദഗ്ധ സഹായം തേടുക. അത് ഒരു കൗൺസിലിങ്ങിലൂടെയോ മറ്റോ സമീപിച്ച് ഇതിൽ ഒരു മാറ്റമുണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. കൂടാതെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഭാഷ പതിയെ ഭർത്താവിനെ പഠിപ്പിക്കുക. ദൈനംദിന കാര്യങ്ങളെക്കുറിച്ചും ഓരോ അവസരങ്ങളും ഉള്ളിൽ തോന്നിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഭർത്താവിനെ പ്രേരിപ്പിക്കുക. അടുത്തത് ക്ഷമയോടെ കാത്തിരിക്കുക എന്നതാണ്. അതായത് ഒരാളുടെ ഒരു സ്വഭാവത്തെ മാറ്റുക അത്ര എളുപ്പമല്ല. അതിന് സമയം പിടിക്കും. പങ്കാളികൾക്ക് പരസ്പരം മനസ്സിലാക്കുന്നതിനും ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനും ആശയവിനിമയത്തിനും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്.